ഈശോയിലേറ്റവും സ്നേഹം നിറഞ്ഞവരെ, ആശ്വാസം നൽകുന്ന, അനുഗ്രഹം ചൊരിയുന്ന, ഒരുപാട് ധൈര്യം പകരുന്ന ഒരു കുഞ്ഞു വാക്ക് ഇന്നത്തെ വചനത്തിൽ മുഴങ്ങുന്നുണ്ട്. ധൈര്യമായിരിക്കുവിൻ മക്കളെ, ഇത് ഞാനാണ്. ചില നിശബ്ദമായ സങ്കടങ്ങളിലും സഹനങ്ങളിലും വേദനകളിലും ആരും ആഗ്രഹിച്ചു പോകുന്ന ആശ്വാസത്തിൻ്റെ ഒരു സാന്നിധ്യമാണത്. കരയേണ്ട, വിഷമിക്കേണ്ട, നിരാശപ്പെടേണ്ട, സങ്കടപ്പെടേണ്ട, ഞാനുണ്ട്. അപ്പോസ്തലന്മാരെ തനിച്ചു പറഞ്ഞു വിടുന്നുണ്ട് ക്രിസ്തു. ചിലപ്പോഴെങ്കിലുമൊക്കെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ നാം തനിച്ച് നടക്കേണ്ടി വരുന്നുണ്ട്. അതിൻ്റെ അർത്ഥം നമ്മെ മറക്കുന്നൊരു ക്രിസ്തുവിനെക്കുറിച്ചല്ല. നമ്മുടെ ജീവിതത്തെക്കുറിച്ച് നന്നായി അറിയുന്ന, അതിനെക്കുറിച്ച് ഓർമ്മകളുള്ളൊരു ക്രിസ്തുവിനെ നാം കൃത്യമായി വചനത്തിൽ വായിച്ചെടുക്കുന്നുണ്ട്. അവരവരുടെ വഴിത്താരകളിൽ കടലിൻ്റെ ആഴങ്ങളിലും കടലും ജീവിതവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില തിരിച്ചടികൾ കൊടുങ്കാറ്റിൻ്റെ രൂപത്തിലും ഉലയുന്ന വഞ്ചിയുമായിട്ടൊക്കെ അത് രൂപപ്പെടുകയാണ്. ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നു, താഴ്ന്നു പോകുന്നു എന്നൊക്കെ തോന്നിപ്പോകുന്നിടങ്ങളിൽ, രാത്രിയുടെ യാമങ്ങളിൽ എവിടെയോ, പ്രതിസന്ധികൾ നിറഞ്ഞ സാഹചര്യങ്ങളിൽ എപ്പോഴോ ഒരു അദൃശ്യമായ ശക്തി പോലെ ക്രിസ്തു സാന്നിധ്യം അവരിലേക്ക് കടന്നു വരുന്നുണ്ട്. കടലിൽ മുങ്ങുമാറ് ജീവിതം നിലകൊള്ളുന്ന ചില സാഹചര്യങ്ങൾ അതിശയപ്പെടുത്തുകയാണ്. ഇതാ ഒരു മനുഷ്യൻ കടലിന് മീതെ നടന്നു വരുന്നു. നമ്മുടെ ജീവിതത്തെ താഴ്ത്തിക്കളയാൻ സാധ്യതയുള്ളതിന് മീതെ നടക്കുന്ന ക്രിസ്തു നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ദൈവസാന്നിധ്യം എല്ലാ പ്രതിസന്ധികൾക്ക് മീതെ നമ്മുടെ ചാരത്ത് വരുന്നുണ്ട്. നാം ഇങ്ങനെ വിലപിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴുമൊക്കെ, എന്നിട്ടും പ്രശ്നങ്ങളിലേക്ക് നോക്കി പരിശുദ്ധനായവനെ അതിൻ്റെ നന്മയിൽ തിരിച്ചറിയാൻ പറ്റാതെ ഒരു ഭൂതമായോ മറ്റെന്തോയോ നാം കാണുകയും വിവരിക്കുകയും ചെയ്യുന്നുണ്ട്. ഭയപ്പെടേണ്ട എന്ന ഈ വാക്കുകൾ ആത്മധൈര്യം നൽകേണ്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ നിൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നൊരു ലാളിത്യം നിറഞ്ഞൊരു ചോദ്യം പത്രോസ് അപ്പോസ്തലനിൽ നിന്നുണ്ടാവുന്നുണ്ട്. ധൈര്യത്തോടെ പറയുന്നുണ്ട്, വന്നേക്കാം. ക്രിസ്തുവിലേക്ക് കണ്ണുറപ്പിച്ച് നടക്കുന്നവൻ പെടുന്നനവെ ക്രിസ്തുവിൽ നിന്ന് കണ്ണുമാറ്റി കൊടുങ്കാറ്റിലേക്ക് നോക്കുമ്പോൾ, തൻ്റെ തന്നെ ബലഹീനതകളിലേക്ക് നോക്കുമ്പോൾ വീണു പോകുന്നുണ്ട്, താഴ്ന്നു പോകുന്നുണ്ട്. അങ്ങനെ താഴ്ന്നു പോകുന്നിടങ്ങളിലൊക്കെ ക്രിസ്തുവിൻ്റെ ഉയർത്തുന്ന കരം കൂടെ നിൽക്കുന്നുണ്ട്. ഇനി ഭയപ്പെട്ട് ജീവിക്കേണ്ടവരൊന്നുമല്ല. പ്രശ്നങ്ങളില്ലാത്ത, കാലാവസ്ഥകളിൽ മോശം സംഭവിക്കുന്ന, കൊടുങ്കാറ്റില്ലാത്ത, മഴയില്ലാത്ത, ഒരു പ്രതിസന്ധിയും പ്രലോഭനങ്ങളുമില്ലാത്ത ജീവിതത്തെക്കുറിച്ചല്ല ക്രിസ്തു ഓർമ്മപ്പെടുത്തുന്നത്. ഇതിന് മീതെ ജീവിക്കുവാൻ നമ്മളെ പ്രാപ്തിയുള്ളവരാക്കുകയാണ്. ദൈവത്തിൽ കണ്ണുറപ്പിക്കുമ്പോൾ മറ്റെല്ലാ കാര്യങ്ങളെയും വിസ്മരിക്കാൻ സാധിക്കും. ദൈവത്തിൽ വിശ്വാസം അർപ്പിക്കുമ്പോൾ നിന്റെ ഭയപ്പാടുകൾ മാറപ്പെടും. ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും കാരുണ്യവും കൊടുങ്കാറ്റിനേക്കാൾ മീതെയാണ്. അവൻ്റെ കാരുണ്യവും സന്ദർശനവും സാന്നിധ്യവും നാം അനുഭവിക്കുന്ന ബലഹീനതകളെക്കാളും പ്രതിസന്ധികളെക്കാളും വലുതാണ്. ആയതിനാൽ ഈ കുഞ്ഞു ജീവിതത്തിൽ ഓർത്തു വെക്കേണ്ടത് അതുമാത്രം. മക്കളെ, ഭയപ്പെടേണ്ട, ഇത് ഞാൻ തന്നെ. മറ്റൊന്നുമല്ല പറയുന്നത്. നിൻ്റെ പ്രയാസങ്ങളെക്കുറിച്ചും നിൻ്റെ സങ്കടങ്ങളെക്കുറിച്ചൊന്നുമല്ല. ഇതാ ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ഒരപ്പനെ പോലെ അമ്മയെപ്പോലെ വാത്സല്യം നിറഞ്ഞ കരങ്ങളോടെ ചേർത്തണച്ച് കരയുന്ന കുഞ്ഞിൻ്റെ കണ്ണുനീർ തുടയ്ക്കുന്ന അനുഭവങ്ങൾ പോലെ, മാറോട് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുന്നത് പോലെ, പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും പ്രലോഭനങ്ങളിലും കണ്ണുനീരിലും ദുഃഖത്തിലും ഇതാ ഒരു കരുതലായി, കാരുണ്യമായി, ശക്തിയായി, സാന്നിധ്യമായി കൂടെ നിന്ന് പറയുന്നു, ഞാൻ കൂടെയുണ്ട്. കർത്താവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ടെങ്കിൽ ആരാണ് നമ്മെ താഴ്ത്തിക്കളയുന്നത്, തകർത്ത് കളയുന്നത്? ആമേൻ.